ഹായ്, അപ്പോൾ ഇതാണ് മാളൂസ് വ്ലോഗിലെ മാളു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കുകയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ എൻ്റെ കൈ പൊള്ളിയിരിക്കുകയായിരുന്നു. ഇതാ ലെഫ്റ്റ് ഹാൻഡ് ഫുൾ പൊള്ളി. നല്ല ഇപ്പോൾ ഒരു ഓയിലൊക്കെ തേച്ച് ഏകദേശം ഒന്ന് മാറ്റിയെടുത്തതേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച് പെട്ടെന്ന് വീഡിയോ ചെയ്തേക്കാമെന്ന്. അപ്പോൾ ഇന്ന് എന്താണെങ്കിലും ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഫേസ് പാക്കാണ്. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ഫേസിന് ഒരു ഗ്ലോയും ഒരു ബ്രൈറ്റ്നസ് ഒക്കെ തരാൻ കഴിയുന്ന ഒരു ഫേസ് പാക്കാണ്. വേറൊന്നുമല്ല, ഉഴുന്ന് ഉപയോഗിച്ചിട്ട് ഒരു ഫേസ് പാക്കാണ്. ഉഴുന്നും നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ലൈം ജ്യൂസ്, കുറച്ച് തക്കാളി നീര്, ഇത്ര നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെങ്കിൽ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ബ്രൈറ്റ്നസ് നമുക്ക് ഫീൽ ചെയ്യും. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും നമുക്ക് നഷ്ടപ്പെടുത്തേണ്ടതായിട്ട് വരത്തില്ല. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി എന്നെ സപ്പോർട്ട് ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ഇങ്ങനെ ഒരു ചാനലുണ്ട്, സപ്പോർട്ട് ചെയ്യാൻ പറയുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇത് ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടത് കുറച്ച് തക്കാളിയുടെ നീരാണ്. അതൊരു ഹാഫ് തക്കാളിയുടെ നീരാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് ഒരു നാരങ്ങയുടെ പകുതി ജ്യൂസ് എടുത്ത് വെച്ചിരിക്കുകയാണിത്. അപ്പോൾ ഇനി പാക്ക് തയ്യാറാക്കാനായിട്ട് വേറൊന്നുമില്ല, ഇത് മൂന്നും തമ്മിൽ മിക്സ് ചെയ്യാണ് വേണ്ടത്. തക്കാളിയുടെ നീര് ഒഴിച്ച് കൊടുത്തു. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ലൈം ജ്യൂസ് ഫുൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതപ്പോൾ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതിന് മുമ്പായിട്ട് നമ്മളൊരു കാര്യം ചെയ്യേണ്ടത്, നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കണം. ഫേസിൽ എന്തെങ്കിലും പൊടിയോ അഴുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്നെങ്കിൽ ഫേസ് പാക്ക് ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ക്ലീൻ ചെയ്തത് കുറച്ച് പാലെടുത്ത് അതിൽ ഒരു നുള്ളു ഉപ്പ് ചേർത്തതിന് ശേഷം ഫേസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക ചെയ്തത്. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതിനുശേഷം ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫേസൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം മുടിയൊക്കെ ഒന്ന് കോംപ് ചെയ്തു. ഇനി നമുക്ക് ഈ പാക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ കൈ കൊണ്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബ്രഷ് എടുക്കണമെന്നുണ്ടെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചും ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് ഫേസിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 20 മിനിറ്റ് നമ്മുടെ ഫേസ് ഒന്ന് നന്നായിട്ട് ഡ്രൈ ആവട്ടെ. അതിനുശേഷം ഒരു ടൈമും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നുകൂടെ ഡ്രൈ ആയതിനു ശേഷം ഒന്നുകൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മൊത്തം ഒരു 20 മിനിറ്റ്, ഒരു 30 മിനിറ്റ് വെച്ചതിന് ശേഷം വാഷ് ചെയ്തിട്ട് നമുക്ക് ഡിഫറൻസ് നോക്കാം. അപ്പോൾ ഇതാ 20 മിനിറ്റിന് ശേഷം ഞാൻ എൻ്റെ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. നല്ല ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്നൊരു ഗ്ലോയും ഒരു ബ്രൈറ്റ്നസ് ഒക്കെ നമ്മുടെ ഫേസിന് തരും. പിന്നെ നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളായതുകൊണ്ട് ഒരുപാട് നമുക്ക് എക്സ്പെൻസീവ് ഒന്നും അല്ല. ഉഴുന്നൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക. എന്താണ് റിസൾട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. എന്നാൽ മാത്രമേ ഇനിയും വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ഒരു ചെറിയ ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനിയും അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.